ഹലോ എവരി വൺ. അപ്പം നമുക്ക് നമ്മുടെ പോസ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ എലമെൻസും കാര്യങ്ങളും കൊണ്ടുവന്നു. ഇനി നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ഭാഗമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന മലയാളം ഫോണ്ട്, അതുപോലെ ഇതിൽ കൊണ്ടുവരുന്ന ബാക്കിയുള്ള എലമെൻസുകൾ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തുള്ള ടെക്സ്റ്റുകൾ നമുക്കിതിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ ഈ ഓൺലൈൻ എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ടുവരികയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റിൽ പോകുന്നു, എന്നിട്ട് ആഡ് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ എന്ന് അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് വലുതാക്കി എനിക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ഫോണ്ട് ഞാനിവിടെ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഡേ ഡ്രീം എന്ന ഒരു ഫോണ്ടാണ് എനിക്കിവിടെ വേണ്ടത്. ഓക്കെ, ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ചേഞ്ച് ഓൾ കൊടുക്കണ്ട, ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ കളറ് അതുപോലെ സൈസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സൈസ് ഞാനിവിടെ ഒരു 74.1 കൊടുക്കുന്നത്. ഒന്ന് വെറുതെ കൊടുത്താണ്, ജസ്റ്റ് 74 ഓക്കെയാണ്. അതിനുശേഷം ഇതിൻ്റെ കളറ് എനിക്ക് ഈ ഒരു വയലറ്റ് കളറിലേക്കാണ് വേണ്ടത്, ആക്കി കൊടുത്തു. ഓക്കെ, ഇതൊന്ന് കുറച്ച് വലുതാക്കി കൊടുക്കണം. അതിനുശേഷം ഇനി ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് എന്നുള്ള ആ ഒരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഓൺലൈൻ എന്നുള്ള ആ ഒരു വേർഡിനെ ഞാൻ കോപ്പി ചെയ്തെടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കളഞ്ഞു. എന്നിട്ട് ഗ്രാഫിക് എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് ഞാൻ ഈ ഒരു ഇരുബാസ് ന്യൂ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഫോണിലേക്ക് മാറ്റി കൊടുത്തു. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഫോണ്ട് ഞാനൊരു 72.6 മാറ്റി കൊടുക്കണം. ഓക്കെ, എനിക്ക് എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ വെച്ച് കൊടുത്തു. അതൊന്നുകൂടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഡിസൈൻ കോഴ്സ് എന്ന് കൊടുക്കുകയാണ്. ഇനിയൊരു ഇതിനെ ഞാൻ ജസ്റ്റ് നീക്കി എനിക്ക് വേണ്ട രീതിയിൽ സെറ്റാക്കി വെച്ച് കൊടുത്തു. അതിനുശേഷം അതൊന്ന് ഞാൻ ബോൾഡാക്കി കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ മലയാളം, അതിന് മുമ്പായിട്ട് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഇനി വേണ്ടത് നമുക്ക് ആ ഒരു ഗ്രാഫിക് എന്നുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. അതുപോലെ മലയാളം ഇനി അടുത്തതായിട്ട് കൊണ്ടുവരട്ടെ. ഞാനതൊന്ന് ശരിയാക്കി. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് മലയാളം കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരെ വാട്സപ്പിൽ എനിക്ക് എന്താണ് അവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഓൾറെഡി ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ പോയിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ട് ഞാൻ കോപ്പി ചെയ്ത് എടുക്കുകയാണ്. ഇനി നേരെ ഞാൻ ഗൂഗിളിൽ പോയിട്ട് കുറ്റി പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു കുറ്റി പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് മലയാളം ഫോണ്ട് ക്യാൻവയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കുറ്റി പെൻസിൽ ഓപ്പൺ ആക്കി അതിന് ശേഷം എനിക്ക് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ആവശ്യമില്ലാതെ വന്നത് ഞാനൊന്ന് ജസ്റ്റ് കളഞ്ഞു. ഓക്കെ, അതിൻ്റെ മുകളിൽ കാണുന്ന നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു മാർക്ക് മാറ്റി കൊടുക്കണം. ഈ ഒരു മെയിൽ മാർക്കിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോഴാണ് ടെക്സ്റ്റ് ചെയ്തത് അവിടെ വരുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ കൺവേർട്ട് എന്ന ഓപ്ഷനാണ് നമ്മളിതിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഈ കൺവേർട്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് അതിൽ രണ്ടാമത്തെ കോപ്പി ടു FML സീരീസ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ആ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കോപ്പി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോക്സ് താന്ന് വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് കോപ്പിയായി. ഇനി നേരെ നമ്മുടെ ക്യാൻവയിൽ പോവാം. എന്നിട്ട് ഒരു ആഡ് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ബോഡി ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇത് ഇങ്ങനൊരു ടെക്സ്റ്റിലേക്കാണ് ഇവിടെ കൺവേർട്ടായിട്ട് വരിക. ഇനി നമ്മൾ ഫോണ്ടിൽ പോയിട്ട് മാറ്റുമ്പോഴാണ് അത് മലയാളത്തിലേക്ക് മാറുക. അതിൻ്റെ ടെക്സ്റ്റ് സൈസ് ഞാനൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഫോണ്ടിൽ പോയി എന്നിട്ട് അതിനെ ഞാൻ മലയാളം ഫോണ്ടിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഈ ഒരു വേർഷൻ നമുക്ക് നമ്മൾ പ്രീമിയം എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു മലയാളം ഫോണ്ട് കിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ ഫോണ്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ, ഇവിടെ മലയാളം ഫോണ്ട് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതവിടേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഞാനിവിടെ
എനിക്ക് ആവശ്യമുള്ള ഫോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരഞ്ഞു നോക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തെടുത്തു. ഇനി എനിക്കിതിൽ മാറ്റങ്ങൾ വരുത്താനുള്ളത് മാറ്റം വരുത്തി കൊടുക്കുകയാണ്. ഞാനിവിടെ ഫോർമാറ്റിൽ പോയിട്ട് അതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് മാറ്റി കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇതൊന്ന് ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഓക്കെ, ഓക്കെ, ഞാൻ ഇത് ഒന്നിങ്ങനെ ആക്കി. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം. ഇനി അതിൻ്റെ കളർ ഞാൻ ബ്ലാക്കിലേക്ക് മാറ്റി കൊടുക്കണം. ഈ ഗ്രാഫിക് ഡിസൈൻ എന്നുള്ളത് ഞാൻ ബ്ലൂവിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ കാണുന്ന ഈ ഒരു വാട്ട് വി ഓഫർ എന്ന് കൊടുത്തിട്ടുള്ള അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു എലമെൻറ്റും അതേപോലെ ആ ഒരു ടെക്സ്റ്റുകളൊക്കെ ഇനി ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. ഇത് ഇപ്പോൾ ഈ 2 ഭാഗം നമ്മൾ ക്ലിയർ ആക്കി. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഭാഗമാണ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് വെച്ച് നോക്കുകയാണ്. എല്ലാം ഒന്ന് ക്ലിയർ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു ഭാഗം നമുക്കിനി ഇതിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എലമെൻറ്റ്സിൽ പോയിട്ട് ഷേപ്പ് എന്നുള്ളിടത്ത് ഈ ഒരു സ്ക്വയർ ഷേപ്പ് ചൂസ് ചെയ്തു. അതിൽ മറ്റൊരു ഷേപ്പ് ഉണ്ട്, നമ്മൾ സാധാ അതുപോലുള്ളൊരു ഷേപ്പ് ഉണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുതരാണ്ട് അതിന് വേണ്ടിയിട്ടാണ്. ഞാനതൊന്ന് അതിൻ്റെ ആ ഒരു നടുഭാഗത്തുള്ള ആ ഒരു ബട്ടൺ നമ്മൾ കൊടുത്തിട്ട് അത് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. അതിൻ്റെ കോർണർ പിടിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പ് അതിന് വരാൻ വേണ്ടിയിട്ട് കോർണർ കൊണ്ടുപോയിട്ട് നമ്മളത് ഫുള്ളാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന് റൗണ്ട് ഷേപ്പ് വന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ചെറുതാക്കി അതിൽ കാണുന്ന പോലെ ഞാൻ വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പം ആഡ് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ട് അവിടെ എന്താണുള്ളത് അത് കൊടുക്കുകയാണ്. വാട്ട് വി ഓഫർ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് കൊടുത്തു. എന്നിട്ട് അതെനിക്ക് വേണ്ട ഭാഗത്ത് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് ഞാൻ റോബോട്ടോ എന്നുള്ള ഫോണ്ടിലേക്ക് മാറ്റി കൊടുത്തു. ചേഞ്ച് ഓൾ കൊടുക്കണ്ട, അത് നമ്മൾ ആ ഇൻറ്റ് കൊടുത്താൽ മതി. ചേഞ്ച് ഓൾ കൊടുക്കുമ്പോൾ നമ്മളിതിൽ ചെയ്ത എല്ലാ ഫോണ്ടും നമ്മൾ ആ കൊടുത്ത ആ ഒരു ഫോണ്ടിലേക്കായിരിക്കും, അതിൽ മാറിപ്പോവും, അതിലേക്കാവും. അതുകൊണ്ടാണ് ചേഞ്ച് ഓൾ കൊടുക്കരുത്. ഇനി വാട്ട് വി ഓഫർ എന്നുള്ളത് ഞാനവിടെ എനിക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി ഈ ടിക്ക് മാർക്കുകൾ ഇതിലേക്ക് കൊണ്ടുവരണം, അതുപോലെ ബാക്കിയുള്ള ടെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോയി ടിക്ക് മാർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സി ഓൾ കൊടുത്തു. അപ്പം ഇവിടെ ഒരുപാട് ടിക്ക് മാർക്കുകൾ വരും. അതിൽ നിന്ന് ഈ ഒരു ബോക്സ് ഞാൻ സെലക്ട് ചെയ്തു. അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് വേണ്ട സൈസിലാക്കിയിട്ട് ഒന്ന് ചെറുതാക്കി അതിൻ്റെ കോർണർ പിടിച്ചിട്ട് മുകളിലേക്ക് കൊടുത്താൽ അത് ചെറുതാവും. അതിനുശേഷം അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുത്തു. വീണ്ടും ഞാൻ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എനിക്ക് 4 എണ്ണം ഇവിടെ വേണം. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അത് മറ്റേതിൻ്റെ അതേ സൈസിൽ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തു. അതിനെ കുറച്ച് അടുത്താക്കി വെച്ച് കൊടുത്തു. വീണ്ടും ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കണം. ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ 4 എണ്ണം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയാണ്, ടെക്സ്റ്റ് കൊണ്ടുവരികയാണ്. അതിന് വേണ്ടിയിട്ട് വാട്ട് വി ഓഫർ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എനിക്ക് അവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പോസ്ചർ മേക്കിംഗ് എന്ന് ഞാൻ അവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഞാൻ ക്യാപിറ്റലിൽ നിന്ന് സ്മോളിലേക്ക് മാറ്റി കൊടുത്തു. അതിൻ്റെ ഫോണ്ട് ഞാൻ ക്യാൻവാസ് ആക്കി കൊടുത്തു. അതിനെ ഞാൻ ഫോർമാറ്റ് ബോൾഡിൽ നിന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് അത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് 4 എണ്ണം എടുത്തിട്ട് ഈ ഓരോ ഷെയ്ഡിൻ്റെ ടിക്ക് മാർക്കിൻ്റെയും നേരെയാക്കി വെച്ച് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതൊന്നുകൂടി എനിക്ക് അടുപ്പിച്ച് വെക്കണം, ഈ 4 എണ്ണം. അപ്പോൾ ഞാനിതൊക്കെ ഓരോന്നും ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കണം. ടിക്ക് മാർക്കൊക്കെ ഞാൻ ഒന്നുകൂടി അടുപ്പിച്ചു. ഈ പോസ്ചർ മേക്കിംഗ് എന്നുള്ളത് ഞാനൊന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് അത് ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിട്ട് വെച്ച് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഞാൻ എങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഇൻഫർമേഷനാണ് അടുത്തതായിട്ട് കൊണ്ടുവരുന്നത്. അതിന് മുമ്പായിട്ട് എങ്ങനെയാണ്
മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പാക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ മുകളിൽ 3 ഡോട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഗ്രൂപ്പ് എന്നുള്ള സെലക്ട് മൾട്ടിപ്പിളിൻ്റെ മുകളിൽ ഗ്രൂപ്പ് എന്നുള്ളത് കൊടുത്താൽ അത് ഗ്രൂപ്പായി. പിന്നെ നമുക്ക് മൊത്തത്തിൽ അത് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. അടുത്തത് അതുപോലെ ചെയ്യണം. ഒന്ന് ക്ലിക്ക് ചെയ്തു, സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തു, ഗ്രൂപ്പ് കൊടുത്തു. ഇപ്പം അതും മൊത്തത്തിൽ ഒരു ഗ്രൂപ്പായി. ഇനി നേരെ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കൊടുത്തു. എന്നിട്ട് ടിക്ക് മാർക്ക് മൊത്തത്തിലായല്ലോ, ഞാൻ ഒന്ന് ചെറുതാക്കി കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ ചെറുതായി വരികയാണ്. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് ഈ ഒരു മോർ ഇൻഫർമേഷൻ എന്നുള്ളത് ഇവിടെ കൊണ്ടുവരാം. അതിന് വേണ്ടി വാട്ട് വി ഓഫർ എന്നുള്ളത് ഞാൻ അതിൻ്റെ ആ നീല ബോക്സ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അത് ചെറുതാക്കി. എന്നിട്ട് അതിലേക്കാണ് അതിലേക്കാണ് നമ്മൾ മോർ ഇൻഫർമേഷൻ എന്നുള്ളത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ വാട്ട് വി ഓഫർ എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് അത് ഞാൻ കളഞ്ഞു. ഫോർ മോർ ഇൻഫർമേഷൻ എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ലെവലൊന്ന് മാറ്റി കൊടുക്കുക, ബോൾഡ് മാറ്റാം, ക്യാപിറ്റൽ എന്നുള്ളത് മാറ്റി കൊടുക്കുക, സൈസ് കുറച്ച് കൊടുക്കുക. ഓക്കെ. എന്നിട്ടത് നടു സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഇത് നേരെ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അത് കളഞ്ഞു. എന്നിട്ട് എൻ്റെ ഈ നമ്പർ ഞാനവിടെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ബ്രോഷറിൽ നമ്പർ ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊന്നും ഞാൻ ബോൾഡാക്കി കൊടുത്തു. അതിൻ്റെ സൈസ് കുറച്ചൊന്നും കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇവിടെ സെറ്റായി. ഇനി നമുക്ക് നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, മോഡലായിട്ട് വെച്ച് കൊടുത്തേ, ആ ഒരു പോസ്റ്റർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ. നമ്മുടെ പോസ്റ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ക്ലാസ്. എല്ലാവർക്കും താങ്ക് യു.